നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഴുവൻ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ മലപ്പുറം KSRTC ബസ് ടെർമിനൽ പരിസരത്ത് നിർവഹിച്ചു. കുട്ടികളുടെ വഴക്ക് സംഘർഷത്തിലേക്ക്. വണ്ടൂർ കാപ്പിൽ 3 പേർക്ക് പരിക്ക്. കുട്ടികൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് രക്ഷിതാക്കൾ ഇടപെട്ടതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ആംബുലൻസിൽ അനധികൃതമായി കടത്തിയ കൽവിളക്കുകൾ പോലീസ് പിടികൂടി. ആംബുലൻസ് കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂർ കോവിലകത്ത് മുറിയിലാണ് സംഭവം. നിലമ്പൂർ ടൗണിൽ വെച്ച് സീബ്ര ലൈൻ മുറിച്ചു കിടക്കുന്നതിനിടെ കാൽനടയാത്രക്കാരൻ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒടുവിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചുങ്കത്ര കുറുമ്പലങ്ങോട് കാവുംപാടം പാറമ്മൽ സ്വദേശിയായ സമീറിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലയാളികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുന്നതിനൊപ്പം ദൈനംദിന ജീവിതത്തിലെ സമയനിഷ്ഠ ക്രമീകരിക്കുന്നതിൽ ആകാശവാണി വഹിക്കുന്ന പങ്ക് അവിസ്മരണീയമാണെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി. വാർത്തകൾ വിശദമായി. മുഴുവൻ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ മലപ്പുറം KSRTC ബസ് ടെർമിനൽ പരിസരത്ത് നിർവഹിച്ചു. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്, വനിതാ മുന്നേറ്റത്തിന് ഏറ്റവും ശക്തി പകരുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് കേരളത്തിൽ നിന്ന് അമ്മമാർക്ക്, സഹോദരിമാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്, അംഗീകാരം. ഇത് പലരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് മാധ്യമങ്ങളിൽ കണ്ടില്ല. സ്ഥിരമായി വീട്ടുജോലിക്ക് പോകുന്ന നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ തുകയാണെങ്കിൽ ആ തുകയ്ക്കിടയിൽ കിട്ടുന്ന തുക കൊണ്ട് ബസ് കൂലി കൊടുക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്നത് വളരെ ചെറിയ തുകയായിരിക്കും. ഇന്ന് നമുക്ക് അത്തരത്തിൽ ഒരു തൊഴിലിന് പോകുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കിട്ടുന്ന പണത്തിൽ ചില്ലിക്കാശ് പോലും ബസ് ചാർജിന് വേണ്ടി കൊടുക്കേണ്ട എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വരുമാനമാണ് ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ. പദ്ധതിയുടെ മലപ്പുറത്ത് നിന്നുമുള്ള ആദ്യ ബസ് സർവീസ് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ 0 ടിക്കറ്റ് മലപ്പുറം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ റഫീഖിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA P ഉബൈദുള്ള, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ആമിയൻ, വാർഡ് കൌൺസിലർ നജ്മ, മലപ്പുറം KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ MV അനസ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധിയായ കാർത്തികേയൻ, തൊഴിലാളി സംഘടനാ നേതാക്കളായ സെൽവരാജ്, സന്തോഷ്, രാജേഷ്, യൂസഫ്, ഫൈസൽ, ഷിഹാബ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. ആദ്യ സർവീസിലെ യാത്രക്കാർക്ക് സമ്മാന വിതരണവും മധുര വിതരണവും സൗജന്യ ദിനപത്ര വിതരണവും നടത്തി. KSRTCയുടെ പ്രിയദർശിനി ബസ് സർവീസ് നിലമ്പൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം നിലമ്പൂർ KSRTC ഡിപ്പോയിൽ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. ഒന്ന് പുറം ലോകം കാണാതെ വീടിനകത്ത് അടഞ്ഞുകൂടിയിരിക്കുന്ന ആളുകൾ ഇന്ന് ആവേശത്തിൽ പല സഹോദരിമാരും പറയുന്നത് ഇനി ഞങ്ങൾക്ക് പുറത്തിറങ്ങാലോ എന്ന്. ആ പൈസ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതേസമയം അത് വിനിയോഗിക്കേണ്ട ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സഹോദരിമാർക്ക് അത് ഉപയോഗിക്കാൻ സർക്കാർ കനിഞ്ഞ് അറിഞ്ഞ് നൽകുന്ന ഒരു മഹത്തായ ദിനമാണിന്ന്. അത് KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ, പ്രിയദർശിനി എന്ന ബോർഡ് വെച്ച ബസ്സുകളിൽ നമുക്കിനി സധൈര്യം ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ, നമ്മുടെ ഭരണത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അവരുടെ ഇച്ഛാശക്തിയുടെ തീർച്ചയായും സ്ത്രീപക്ഷ സമീപനത്തിന്റെ ഒന്നായ ചരിത്രം രേഖപ്പെടുത്തുന്ന ഈ മുഹൂർത്തത്തിൽ
എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇതിൽ സഹകരിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ അഭിമാനാർഹമാണ്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് മുന്നോട്ട് തീർച്ചയായും ഈ സർക്കാർ തുടരേണ്ടത് എത്രമാത്രം അനിവാര്യമാണെന്ന് ഓരോ സ്ത്രീയും തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണിത്. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, മുംതാസ് ബാബു, സുരേഷ് പാത്തിപ്പാറ, എ ഗോപിനാഥ്, കേമ്പിൽ രവി, പാലോളി മെഹബൂബ്, വിഷ്ണുദാസ് സി, ഷബീർ അലി മുക്കട്ട, ഇ ടി ഗംഗാധരൻ, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, ആർ കെ മലയത്ത് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ വി എസ് പിനു സ്വാഗതവും KSRTC സൂപ്രണ്ട് അനിതയെ നന്ദിയും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. KPCC അംഗം NA കരീം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു. വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV മാത്യു, അസീസ് പുളിയഞ്ചാലി, ഉഷാവേലു, ജാഫർ പുലിയോടൻ, PK റജീബ്, AK വർഗീസ്, ബാലൻ അലിപ്ര, സക്കീന അഷ്റഫ്, മാനു കോന്നാടൻ, ജയമോൾ വർഗീസ്, K ഗോപിനാഥൻ, അബ്ബാസ് മാടമ്പ്ര, P അലീമ, ഷിഹാബ് പുളിയഞ്ചാലി, മമ്മദ് പൂവത്തുംപറമ്പിൽ, അസീസ് പാറപ്പുറം, അഷ്റഫ് മരുത, രാജീവ് പുന്നക്കൽ, P ഷിൽജ, ജസി തോമസ്, ഷാജഹാൻ NP, ഉസ്മാൻ PT, M മുജീബ്, റഫീഖ് മോൻ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വഴക്ക് സംഘർഷത്തിലേക്ക്. വണ്ടൂർ കാപ്പിൽ 3 പേർക്ക് പരിക്ക്. കുട്ടികൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് രക്ഷിതാക്കൾ ഇടപെട്ടതോടെയാണ് സംഘർഷം രൂക്ഷമായത്. കാപ്പൽ സ്വദേശികളായ വിശാഖ്, ജിതിൻ, ജിനേഷ് രാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാപ്പലങ്ങാടിയിൽ വെച്ചായിരുന്നു സംഭവം. വിശാഖിനും ജിതിനും കൈക്കാണ് വെട്ടേറ്റത്. വിശാഖിന്റെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് വിവരം. ഇരുവരെയും ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പരിക്കേറ്റ കാപ്പൽ സ്വദേശി ജിനേഷ് രാജിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൈക്കും വാരിയെല്ലിനും പൊട്ടലേറ്റതായാണ് വിവരം. പരിക്കേറ്റ വിശാഖും ജിതിനും BJP പ്രവർത്തകരാണെന്നറിയുന്നു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. അതേസമയം കുട്ടികൾ തമ്മിലുണ്ടായ വിഷയമാണ് പിന്നീട് ആക്രമണത്തിൽ കലാശിച്ചതെന്നും സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്നും CPM നേതൃത്വം വ്യക്തമാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആംബുലൻസിൽ അനധികൃതമായി കടത്തിയ കൽവിളക്കുകൾ പോലീസ് പിടികൂടി. ആംബുലൻസ് കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂർ കോവിലകത്ത് മുറിയിലാണ് സംഭവം. ഉച്ചത്തിൽ സൈറൺ മുഴക്കി വന്ന ആംബുലൻസ് കണ്ട ആർക്കോ അപകടം പിണഞ്ഞതാണെന്ന് കരുതി നാട്ടുകാർ ഓടിക്കൂടി. പരിശോധിച്ചപ്പോൾ കൽവിളക്കുകൾ കണ്ടു. ഡ്രൈവറും ക്ലീനറും കടന്നു കളഞ്ഞു. നാട്ടുകാർ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. SI K രതീഷും സംഘവും സ്ഥലത്തെത്തി ആംബുലൻസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. നിലമ്പൂരിലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേര് ആംബുലൻസിൽ എഴുതിയിട്ടുണ്ട്. RC ഉടമയെ ഫോണിൽ പോലീസ് ബന്ധപ്പെട്ടു. ആംബുലൻസ് അറ്റകുറ്റപ്പണി നടത്തുവാൻ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടതാണെന്ന് മറുപടി നൽകി. അവിടെ നിന്നും ആരോ എടുത്തുകൊണ്ടുപോയെന്നും പറയുന്നു. കൽവിളക്കുകൾക്ക് അവകാശം ഉന്നയിച്ച ആരും സ്റ്റേഷനിൽ എത്തിയില്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലമ്പൂർ ടൗണിൽ വെച്ച് സീബ്ര ലൈൻ മുറിച്ചു കിടക്കുന്നതിനിടെ കാൽനടയാത്രക്കാരൻ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒടുവിൽ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചുങ്കത്ര കുറുമ്പലങ്ങോട് കാവുംപാടം പാറമൽ സ്വദേശിയായ സമീറിനെയാണ് നിലമ്പൂർ പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 12 പുലർച്ചെ 4:15 നാടിനെ നടുക്കിയ ഈ അപകടം നടന്നത്. നിലമ്പൂർ ചെറുവത്തുകുന്ന് കരളിക്കാട്ടിൽ സ്വദേശിയായ അബ്ദുൽ മജീദ് എന്ന വൃദ്ധനാണ് അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. പുലർച്ചെ ചെട്ടിയങ്ങാടിയിലുള്ള മസ്ജിദുർ റഹ്മാനിലേക്ക് സുബൈ നിസ്കരിക്കുന്നതിനായി നടന്നു പോവുകയായിരുന്നു അദ്ദേഹം. ടൗണിലെ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കവേ സമീർ ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ അബ്ദുൽ മജീദിനെ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മഞ്ചേരി മാർക്കറ്റിലേക്ക് പച്ചക്കറി കയറ്റുന്നതിനായി അമിത വേഗത്തിൽ പോവുകയായിരുന്നു ഈ വാഹനം. അപകടത്തെ തുടർന്ന് ഒളിവിൽ പോയ ഡ്രൈവർ സമീറിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്റ്റേഷനിൽ വിളിപ്പിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പിന്നീട് ജാമ്യ വ്യവസ്ഥയിൽ വിട്ടയച്ചു. മലയാളികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുന്നതിനൊപ്പം ദൈനംദിന ജീവിതത്തിലെ സമയനിഷ്ഠ ക്രമീകരിക്കുന്നതിൽ ആകാശവാണി വഹിക്കുന്ന പങ്ക് അവിസ്മരണീയമാണെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിവിധ വിഷയങ്ങളിൽ ഡി പ്രദീപ് കുമാർ, ശരത് ചന്ദ്രൻ, സി കൃഷ്ണകുമാർ, അനിൽ ചന്ദ്രൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. AKRLA ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാണി തെഞ്ചേരി അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആകാശവാണിയിൽ നിന്നും വിരമിച്ചവരെ ആദരിക്കുകയും ചെയ്തു. അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, ഉർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ, KT അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CT അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരീക്കോട് സൈഫുദ്ദീൻ കണ്ണനാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് TP അൻവർ, വാർഡ് മെമ്പർ ഉർങ്ങാട്ടിരി KT മനീഷ, വാർഡ് മെമ്പർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര, MP പൗലോസ് പട്ടിമറ്റം, പ്രമോദ് ഗോപു തിരൂർ, K അബ്ദുൽ ഹമീദ്, ലുഖ്മാൻ അരീക്കോട്, ഉമ്മർ എടപ്പാൾ, മുരളീധരൻ V ചേരാമംഗലം, രാജേഷ് തുവൂർ, അനീഷ് കൊല്ലംപടി, മണി വാണിയമ്പലം എന്നിവർ സംസാരിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഈ അധ്യയന വർഷത്തെ SSLC, +2, CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ കരസ്ഥമാക്കിയ പ്രതിഭകളെ പഞ്ചായത്ത് ഭരണസമിതി ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ദിശ എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടന്ന ദിശ ലഹരി വിരുദ്ധ ക്ലാസിന് റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ TP വർഗീസ് നേതൃത്വം നൽകി. ലഹരിയുടെ വിപത്തുകളെക്കുറിച്ചും അതിനെതിരെ വിദ്യാർത്ഥി സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും അദ്ദേഹം ക്ലാസ് എടുത്തു. ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സരോജിനി ടീച്ചർ, KT ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ നടുവക്കാട്, ശ്രീനിവാസൻ തൃക്കേക്കുത്ത്, അഷ്റഫ് ടാട, MSCB പ്രസിഡന്റ് കുഞ്ഞാലി PT എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് PK പ്രമോദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ഷാജി കുഞ്ഞാറ്റ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ സഫീന K, മുബീന C, ഷൈനി സണ്ണി, സൈറ PT, സൈഫുനീസ CP, സുബീന K, രജീഷ് U തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. റോട്ടറി ഇന്റർനാഷണലിന്റെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് ഓഫ് നിലമ്പൂരിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പുതിയതായി രൂപീകരിച്ച റോട്ടറി ക്ലബ്ബ് ഓഫ് നിലമ്പൂർ റോയൽസിന്റെ ഔദ്യോഗിക ചാർട്ടർ സമർപ്പണവും പ്രഥമ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. നിലമ്പൂർ ചക്കാലക്കുത്തുള്ള നിലമ്പ ഗാർഡൻസിൽ വെച്ചാണ് പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ നടന്നത്. മദർ ക്ലബ്ബായ റോട്ടറി ക്ലബ്ബ് ഓഫ് നിലമ്പൂരിന്റെ പ്രസിഡന്റ് MP സുധാകരന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ നടന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3204 PDG ഡോക്ടർ രാജേഷ് സുഭാഷ് പുതിയ ക്ലബിന്റെ ചാർട്ടർ സമർപ്പണവും പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ കർമ്മവും നിർവഹിച്ചു. സാമൂഹിക സേവനം, മാനവികത, നാടിന്റെ ഉന്നമനം എന്നീ മഹത്തായ ലക്ഷ്യങ്ങളോടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന റോട്ടറി പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ ക്ലബ്ബ് നിലവിൽ വന്നിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള യുവജനങ്ങളെ ഒരുമിപ്പിച്ച് അവരുടെ നേതൃപാടവം വളർത്തുന്നതിനും ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങളിൽ യുവത്വത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് നിലമ്പൂർ റോയൽസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ക്ലബ്ബ് അഡ്വൈസറും അസിസ്റ്റന്റ് ഗവർണറുമായ ഷാനവാസ് M പുതിയ ക്ലബിന്റെ ഫോർമേഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ക്ലബിന്റെ പ്രഥമ ഭാരവാഹികളായി ഷാദിൻ C ജലീൽ പ്രസിഡന്റ്, ഹരികൃഷ്ണൻ RP സെക്രട്ടറി, മുഹമ്മദ് കോയ കടവത്ത് ട്രഷറർ, സുമേഷ് SS, വിഷ്ണു എന്നിവരുൾപ്പെടെ 15 അംഗങ്ങൾ ചടങ്ങിൽ ഔദ്യോഗികമായി സ്ഥാനമേറ്റു. റോട്ടറി ക്ലബ്ബ് ഓഫ് നിലമ്പൂർ സെക്രട്ടറി T ഉസ്മാൻ, ട്രഷറർ സജി തോമസ്, ഡോക്ടർ C ഗോപിനാഥ്, ഡോക്ടർ പ്രദീപ് കുമാർ, ബ്ലെസ്സി ബാബുക്കുട്ടി, രാധാകൃഷ്ണൻ, അൻവർ കല്ലിങ്ങൽ, ജെസ്സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരേ സമയം 500 വിദ്യാർത്ഥികൾ പുസ്തകം എഴുതി ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായ റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഐഹാൻ, മുഹമ്മദ് റയാൻ KT എന്നിവരെ മേക്കൊരവ പൗരാവലി, ശിഹാബ് തങ്ങൾ, റിലീഫ് സെൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പാത്തുമ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ അനുശ്രീ അവാർഡ് ദാനം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ മുജീബ് എരഞ്ഞിയിൽ മുഖ്യ സന്ദേശം നൽകി. പ്രദേശത്തെ SSLC +2 ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. മുസഫർ KP, സുബൈർ മാസ്റ്റർ, റഹീബ ടീച്ചർ, മിനി ജെയിംസ്, ജാനിഷ് KK, ജോത്സ്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു. സിറാജ് TT, അനസ് ചീറ്റങ്ങാടൻ, റാഫി KT, ഷംന, റജീന പലശ്ശേരി, അസ്മാബി, സാജിദ M, സക്കീന DT, റെന K, സുനിത തൊണ്ടിയിൽ, അദ്നാൻ പാലശ്ശേരി, മഹറൂഫ് K എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.